സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. മനോഹരമായ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ മനോഹരമായ ദിവസത്തെ ഏറ്റവും ആനന്ദദായകമാക്കി തീർക്കുവാൻ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സിസ്റ്റാവിൻ്റെ അരികിലേക്ക് നമുക്ക് തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം കർത്താവേ, ഒരു ദിനം കൂടി എനിക്ക് നൽകിയതിനായി സ്തോത്രം. അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറ്റുവാൻ, അങ്ങയുടെ സന്തോഷം എന്നിൽ പൂർണ്ണമാകുവാൻ, അങ്ങയുടെ സമാധാനം എന്നിൽ നിറയേണ്ടതിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ഒന്ന് ആരംഭിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതിനെ ഓർത്ത് പ്രഭാതത്തിൽ ഒന്ന് നന്ദിയും കൂടെ ചെയ്യാം. കർത്താവേ, സ്തോത്രം. നടത്തിയ വിധങ്ങൾക്കായി നന്ദി, അങ്ങയുടെ ദിവ്യ സ്നേഹത്തിനായി നന്ദി, കരുതലുകൾക്കായി നന്ദി. സ്തോത്രം. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു. പിതാവേ, ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ദിനം അനുഗ്രഹവും ഐശ്വര്യദായകവുമാക്കി തീർക്കണമേ. അങ്ങയുടെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം ചരിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ഈ പ്രഭാതം ഐശ്വര്യമായി അങ്ങോട്ട് ചൂടുകൾ വെച്ചു അത്ഭുതമായി മാറും. നിങ്ങൾ ഇന്ന് പുറപ്പെടുന്ന മേഖലകൾ അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ പഠന മേഖലകളിൽ അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ഇടപാടുകളിലെല്ലാം നിങ്ങൾ അനുഗ്രഹമായിരിക്കും. ഈ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും സ്തോത്രം വളരെ ഉത്സാഹവും ഉന്മേഷവും ഒക്കെ തരുന്ന ഒരു ദിനമായി ഈ ദിനം മാറട്ടെ. ഒരു വാക്യം വായിച്ച് നമുക്ക് സന്തോഷത്തോടെ ഇന്നത്തെ ദിവസത്തെ അങ്ങ് അനുഗ്രഹിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യമാണ്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഞാൻ ആ സാക്ഷാൽ സ്നേഹമാണ്. ഈ സാക്ഷാൽ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. സ്വതന്ത്രം ആദ്യം പറയുന്നത് നാം സ്നേഹിച്ചതല്ല. സാക്ഷാൽ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് നാം സ്നേഹിക്കാതെ തന്നെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാതെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന സാക്ഷാൽ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആരെങ്കിലും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാതെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നെങ്കിൽ അതിനകത്തൊരു സാക്ഷാൽ സ്നേഹത്തിൻ്റെ ഒരു ഭാഗം പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു സാക്ഷാൽ സ്നേഹത്തിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയാൻ കഴിയത്തില്ല. സാക്ഷാൽ സ്നേഹത്തിൻ്റെ ഈ വിശുദ്ധ ബൈബിളിൽ പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് നാം അങ്ങോട്ട് സ്നേഹിക്കുക തന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുക. ചിലർ കണ്ടിട്ടില്ല, വൺ വേ സ്നേഹിക്കുക. അവരെന്തൊക്കെ പറഞ്ഞാലും അവരെ സ്നേഹിക്കും. അവരെന്തെല്ലാം തിന്മ ചെയ്താലും അവരെ സ്നേഹിക്കും. അവരെ തള്ളിക്കളയുന്നില്ല. അതൊരു ദൈവസ്നേഹത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. സ്വതം നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. മാതാപിതാക്കളൊക്കെ എങ്ങനെയല്ലേ മക്കളെ സ്നേഹിക്കുന്നത്? അവർ കരുതും സ്നേഹിക്കും എന്നൊക്കെ കരുതിയാണോ? അതൊക്കെ ഒരു ഒരു പരിധിയിലുണ്ടെങ്കിലും എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അങ്ങോട്ട് സ്നേഹിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ജെന്യുവനായിട്ടുള്ളവർ. സ്തോത്രം. അപ്പോൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന ആ സ്നേഹത്തെയാണ് സ്തോത്രം സാക്ഷാൽ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത്. സ്തോത്രം. നാം ദൈവത്തെ സ്നേഹിച്ചല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹം. അപ്പോൾ നമുക്ക് വേണ്ടി ഈ സാക്ഷാൽ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ തെറ്റുകളെ ഏറ്റെടുക്കുന്നതാണ് ഒരു സാക്ഷാൽ സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാഗം. അതാണ് പിതാവ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ തെറ്റുകളെ ഏറ്റെടുക്കുക, നമുക്ക് പകരം പ്രായശ്ചിത്തമാകുവാൻ വേണ്ടി പുത്രനെ അയച്ചു. അതാണ് സാക്ഷാൽ സ്നേഹം എന്നവിടെ പറയുന്നത്. ഒന്ന്, നാം സ്നേഹിക്കാതെ തന്നെ നമ്മെ സ്നേഹിക്കുന്നു. രണ്ടാമത്, നമ്മുടെ തെറ്റുകളെ ഏറ്റെടുത്ത് നമുക്ക് പകരം പ്രായശ്ചിത്തമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്നേച്ച് പറയാ, പ്രിയ മനോജ് മാസ്റ്ററെ, മനോജ് മാസ്റ്ററെ എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, മനോജ് മാസ്റ്ററെ എൻ്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം, എന്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളോ എന്ത് ലെബിലിറ്റീസോ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ സകല പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം എന്നൊരാൾ പറഞ്ഞു വരുന്നെങ്കിൽ അയാൾ എന്നെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലേ? അങ്ങനെ ആർക്കും ഇന്ന് പറ്റത്തില്ല. സ്വതന്ത്രം. എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സ്വാർത്ഥമായ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. ഒരാൾ എന്നെ കൈയഴിഞ്ഞ് സ്നേഹിക്കുകയും കൈയഴിഞ്ഞ് സഹായിക്കുകയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സ്വാർത്ഥമായ ലക്ഷ്യം എന്തെങ്കിലും കാണില്ല. ഒന്നില്ലേ എൻ്റെ സ്നേഹം തിരിച്ചു കിട്ടുവാൻ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുവാൻ. അങ്ങനെ സ്വഭാവമായിട്ട് എല്ലാ മനുഷ്യരായി പിറന്നവരുടെ എല്ലാവരുടെയും സ്നേഹത്തിന് പിന്നിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ആരും വൃഥാവായി ആരെയും സഹായിക്കുന്നില്ല, വൃഥാവായി ആരെയും സ്നേഹിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ല വാക്കെങ്കിലും പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ അവരുടെ കരുതൽ കാണും, അവരുടെ സ്നേഹം കാണും, അവരെ ചേർത്ത് നിർത്തും, അല്ലെ അവരുമായുള്ള ഒരു ആ ബന്ധത്തിന് പിന്നിൽ നാം അറിയാത്ത ഒരു ചെറിയ കണിയെങ്കിലും ഉള്ളങ്ങളിൽ കാണും. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവസ്നേഹം ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നാം ഉദ്ദേശിക്കുന്നയാൾ നമ്മളെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ തെറ്റുകളും നമ്മൾ ക്ഷമിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതൊരു പ്രത്യേകതയാണ്. എന്നെ അവിടെ സ്പർശിച്ചു. സാക്ഷാൽ സ്നേഹത്തിൻ്റെ ഭാഗം പറയുമ്പോൾ പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് പകരം പ്രായശ്ചിത്തമാകുവാൻ. അപ്പോൾ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും സകല തെറ്റുകളെയും അംഗീകരിച്ച് അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്ത് അതിന് പ്രായശ്ചിത്തമായ ഒരു സ്നേഹമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാനും നിങ്ങളും രുചിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ മുഴുവൻ ആ പാപത്തിൻ്റെ പരിണിത ഫലമായി അനുഭവിക്കേണ്ട
പ്രതിഫലം, പാപത്തിൻ്റെ പ്രതിഫലം, അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രതിഫലം എന്ന് പറയാം, അത് സ്തോത്രം എനിക്ക് പകരമായി ഏറ്റെടുത്ത എന്നോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം. എനിക്ക് പകരം ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ ഏറ്റെടുത്തു എന്നുള്ളതാണ് ആ സ്നേഹത്തിൻ്റെ, സാക്ഷാൽ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഇന്ന് പോലെ അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാവുള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നപ്പോൾ നാം അനുഭവിക്കേണ്ടത് ഏറ്റെടുത്ത ആ ദിവ്യ സ്നേഹം, ആ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ക്രിസ്തുവിലാകുന്ന നമുക്ക് ഒരു മാതൃകയാകേണ്ടതായിട്ടുണ്ട്. ക്രിസ്തു ചെയ്തതുപോലെ സാക്ഷാൽ സ്നേഹം വേണം നാമും പങ്കുവയ്ക്കുവാൻ. അടുത്ത വാക്യം അത് തന്നെയാണ്, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചത്, നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ചതാണ്. ദൈവം നമ്മുടെ സകല തെറ്റുകൾക്കും പകരം പ്രായശ്ചിത്തവുമായി തീർന്നു. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നാമും അന്യോന്യം അങ്ങനെ തന്നെ സ്നേഹിക്കേണ്ടതാകുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളോ ഞാനും ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പിൻപറ്റിയവരായതുകൊണ്ട്, ക്രിസ്തുവിനെ അറിയാത്തവരുടെ കാര്യമല്ല പറയുന്നത്, യേശുവിനെ അറിഞ്ഞവരും രക്ഷിക്കപ്പെട്ടവരുമായവരെ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം ഇപ്രകാരമായിരിക്കണം. സ്തോത്രം, അവർ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അവരെ സ്നേഹിക്കണം. അവരുടെ തെറ്റുകൾക്ക് പകരം നാം പ്രായശ്ചിത്തം, ക്രിസ്തു പ്രായശ്ചിത്തമായതുപോലെ അവരുടെ തെറ്റുകളെ സ്തോത്രം നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കാൻ കഴിയണം. ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലാണെങ്കിൽ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതാണെങ്കിൽ, ഞാൻ പറഞ്ഞ മോശ വാക്കുകളോ ഞാൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞതോ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്സുകളോ ഒന്നും നോക്കാതെ നിങ്ങൾ എന്നെ സ്നേഹിക്കും. എനിക്ക് പകരം ജാമ്യമായി പോലും നിങ്ങൾ നിൽക്കും. അദ്ദേഹത്തിൻ്റെ തെറ്റ് ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്നൊരു മനോഭാവത്തിൽ നിങ്ങൾ നിൽക്കും. അതാണ് യഥാർത്ഥത്തിൽ സാക്ഷാൽ സ്നേഹം. അതാണ് നമ്മൾ പ്രദർശിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവൻ്റെ സ്തോത്രം അവൻ്റെ യോഗ്യതകളെ നോക്കാതെ അവനെ സ്നേഹിക്കുകയും എന്നിട്ട് അവൻ്റെ കുറവുകളെ ക്ഷമിച്ച് നമ്മൾ അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് സാക്ഷാൽ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനെയാണ് പ്രദർശിപ്പിച്ചത്. അങ്ങനെ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ പ്രദർശിപ്പിച്ചു തുടങ്ങി നിങ്ങൾ ലജ്ജിച്ചു പോകാനിടയാകത്തില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചിട്ട് പണ്ടാരണ്ട് പറഞ്ഞതുപോലെ എന്നെ പറയുന്ന തേപ്പ് കിട്ടിയെന്നോ അല്ലെങ്കിൽ പണി കിട്ടിയെന്നോ ഒക്കെ ആൾക്കാർ പറയത്തില്ലേ, അതൊന്നും നിങ്ങൾ വിചാരപ്പെടുക വേണ്ട. ലോകത്തിൽ നിങ്ങളെ അവർ ചതിച്ചാലും വഞ്ചിച്ചാലും നിങ്ങളെ പൊട്ട് കളിപ്പിച്ചാലും എന്നെ വഞ്ചിച്ചു അല്ലെങ്കിൽ ചതിച്ചു, കാപട്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ പരിഭവിക്കണം. നിങ്ങൾ സ്നേഹിച്ച സ്നേഹം യേശുക്രിസ്തുവിലുള്ള നിസ്വാർത്ഥ നിഷ്കളങ്ക സ്നേഹമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം തന്ന് മാനിക്കുവാനിടയായി. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് ആഹ്വാനം ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമാണ്, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കണം, അങ്ങോട്ട് സ്നേഹിക്കണം. 2, അവരുടെ കുറവുകളെ ക്ഷമിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കണം. അതെല്ലാം മറന്നുകൊണ്ട്, അതിനെല്ലാം ഏറ്റെടുത്തുകൊണ്ട്, മറക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഏറ്റെടുത്തു, അതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹിക്കാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം. അപ്പോൾ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുമെന്നും, നാളെ അവർക്ക് നമുക്ക് കരുതലാകും, നാളെ അവർ നമ്മുടെ തണലായി തീരുമെന്നും, നാളെ അവരെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാകുന്നു, അങ്ങനെ ചിന്തിക്കരുത്. പ്രതിഫലം കിട്ടിപ്പോയി അങ്ങനെ ചിന്തിക്കരുത്. അവരെന്നെ എനിക്കൊന്നും ചെയ്തില്ലെങ്കിലും, അവരെന്നെ തള്ളിപ്പറഞ്ഞാലും, അവരെന്നെ അംഗീകരിച്ചില്ലെങ്കിലും, അവരെന്നെ സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കും. അതാണ് സാക്ഷാൽ സ്നേഹം. അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കുടുംബത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും ഉറ്റവരിലുമൊക്കെ കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുവട്ടങ്ങൾ അനുഗ്രഹവും മനോഹരവുമായി തീരും. മറ്റുള്ളവർക്ക് ആശ്ചര്യമാകുന്ന വിസ്മയിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമയായി നിങ്ങൾ തീരും. നിങ്ങളൊരു പ്രതിഭാസമായി മാറും. നിങ്ങളെ കാണുന്നവർ ആശ്ചര്യപരിതം, ഇങ്ങനൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമാറ് നിങ്ങളായി തീരുവാനിടയായി തീരും. അതുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, സാക്ഷാൽ സ്നേഹത്തെ സ്നേഹിക്കാത്തപ്പോഴും സ്വതന്ത്രം തിരിച്ച് സ്നേഹിക്കുകയും അതുപോലെ തന്നെ തെറ്റുകളെ ഏറ്റെടുത്ത് പ്രായശ്ചിത്തമാകുകയും ചെയ്ത ആ ദിവ്യ സ്നേഹം, ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നവരായി നമുക്ക് മാറുവാൻ കഴിയട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കെതിരെ തലപൊക്കത്തില്ല, ഒന്നും നിങ്ങൾക്കൊരു ഭാരമാകത്തില്ല, ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടുത്തുമില്ല. കാരണം നിങ്ങൾ പ്രദർശിപ്പിച്ച സ്നേഹം സാക്ഷാൽ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ശക്തി അവർണ്ണനീയമാണ്. ആ സ്നേഹം ലോകത്തെ കീഴ്മേൽ മറിച്ച സ്നേഹമാണ്. ആ സ്നേഹം കാൽവറിയെ ജയിച്ച സ്നേഹമാണ്. ആ സ്നേഹം ലോകത്തെ കീഴടക്കിയ സ്നേഹമാണ്. ആ സ്നേഹം ലോക ചരിത്രത്തെ മാറ്റിയ സ്നേഹമാണ്. ആ സ്നേഹം മുറിവുകളെ കെട്ടുന്നതാണ്. ആ സ്നേഹം ജീവനെ നൽകുന്നതാണ്. ആ സ്നേഹം ആയുസ് നൽകുന്നതാണ്. ആ സ്നേഹം ആരോഗ്യം നൽകുന്നതാണ്. ആ സ്നേഹം നമുക്ക് ആസ്വാദികരവും ആനന്ദം നൽകുന്നതുമായ സ്നേഹമാണ്. ആ ദിവ്യ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമ്മളിലേക്ക് വരട്ടെ. ആ സ്നേഹം കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ സ്വതന്ത്രം അത് നമ്മുടെ ഒരു ബലഹീനതയായി, ഒരു പാഷനായി ആ സ്നേഹം മാറട്ടെ. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ സ്വതന്ത്രം നമ്മൾ സാക്ഷാൽ സ്നേഹത്തിൻ്റെ ഉടമകളായി ഈ ഭൂമിയുടെ പരപ്പിൽ ക്രിസ്തുവിൻ്റെ ഐഡന്റിറ്റിയായി നമ്മൾ തെളിയുവാനിടയായി തീരും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം.
പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസലിലേക്ക് ഞങ്ങൾ അടുത്ത് വരിക. കർത്താവെ, ആ സാക്ഷാൽ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി ഞങ്ങൾക്ക് മാറുവാൻ കഴിയട്ടെ. കൃപയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക. കർത്താവെ, മുറിവുകളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഒരുപാടുണ്ട്. പകയും നീറുന്ന കനലുകളുമൊക്കെ ഉണ്ടെങ്കിലും കർത്താവെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി ജീവിപ്പാൻ സഹായിക്കണമേ. കർത്താവെ, അപമാനിക്കുന്നവരോട് പൊറുക്കുവാനും, കർത്താവെ, മത്സരിക്കുന്നവരോട് കർത്താവെ ക്ഷമിക്കുവാനും, കർത്താവെ തർക്കിക്കുന്നവരോട് വിട്ടുകൊടുക്കുവാനും ഒക്കെ, കർത്താവെ പിടിച്ചു പറിക്കുന്നവർക്ക് വിട്ടുകൊടുക്കുവാനും ഒക്കെ, തള്ളിക്കളയുന്നവരുടെ മുമ്പിലൊക്കെ കർത്താവെ സ്തോത്രം പരിഭവങ്ങളില്ലാതെ അക്ഷമരായി നിൽക്കുവാൻ ഒക്കെ കർത്താവ് കൃപ നൽകുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കും. ആദ്യമായി കാണുന്നവരെ അനുഗ്രഹിക്കുന്നു. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കണം. എല്ലാ ഭാരങ്ങളും മാറട്ടെ. ദൈവമഹത്വം കൊണ്ട് നിറയുവാനിടയാകട്ടെ. കൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് ഞങ്ങൾക്കൊരു കാര്യവും അസാധ്യമാകില്ലെന്ന് തിരുവചനം പറയുന്നല്ലോ. കർത്താവെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അസാധ്യപരമായ സാഹചര്യങ്ങളെ അത്ഭുതകരമായി മറികടപ്പാനുള്ള ദൈവകൃപ അവരിലേക്ക് പകരേണ്ടതിനായും പ്രാർത്ഥന ഉള്ളംകരങ്ങളിലേക്ക് തിരികുകയാണ്. കർത്താവ് വിശ്വസിച്ച് ഞങ്ങളുടെ ചാനൽ വണ്ണിൻ്റെ എല്ലാ കൂട്ടായ്മകളെ ഓർക്കുന്നു, പരസ്യ മീറ്റുകളെ ഓർക്കുന്നു, കൺവെൻഷനുകൾ, ഉപവാസ പ്രാർത്ഥനകൾ ഓർക്കുന്നു. കർത്താവ് ഞങ്ങളുടെ രാത്രി കൂടിയൊരുകളെ ഓർക്കുന്നു, കുടുംബ പ്രാർത്ഥനയെ ഓർക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ വിവിധ രാജ്യങ്ങളായിരിക്കുന്നവരെ ഓർക്കുന്നു. അവരെ അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽ അവരിൽ കർത്താവെ പ്രതിസന്ധി നേരിടുന്നവർക്ക് സ്വർഗത്തിൻ്റെ കരം അവരെ തൊടുന്നതിനായി സ്തോത്രം. ആദ്യമായി ആരെങ്കിലും ഇന്ന് ഈ മീഡിയത്തിൽ കാണുന്നുവെങ്കിൽ അവരെ കർത്താവ് സ്പർശിക്കണമേ. അവർ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി തീരണമേ. തൃക്കരങ്ങളെ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം. പിതാവ്, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. യേശു നമുക്ക് തുണയാണ്. യേശു നമ്മളോട് പൊറുക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും. കാരണം അവൻ്റെ സ്നേഹം സാക്ഷാൽ സ്നേഹമാണല്ലോ. സ്നേഹിക്കാത്തപ്പോഴും സ്നേഹിക്കുന്ന സ്നേഹം, കുറ്റങ്ങളെ ഏറ്റെടുത്ത് പ്രായശ്ചിത്തമായ സ്നേഹം, ആ സ്നേഹം നമ്മളെ പിന്തുടരുന്നുണ്ട്. ധൈര്യത്തോടെ ഇരിക്കാം. തളർന്നു പോകത്തില്ല. നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. യേശു നിങ്ങളെ ഒരു അത്ഭുതമാക്കും. ദൈവത്തിന് മഹത്വം. ഗഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ. നമ്മുടെ അടിയിൽ വാട്സപ്പ് നമ്പറുണ്ട്. പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാം, സാക്ഷ്യങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യണം. വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥന പ്രത്യേകം ഓർക്കണം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു സൂമിൽ ജോയിൻ ചെയ്യണം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വൺസ് അഗൈൻ ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.